ഒരു പെൺകുട്ടി നമ്മളോട് ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് അവരോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത്തരം സിറ്റുവേഷൻ വരുമ്പോൾ പല ആണുങ്ങളും വലിയ രീതിയിൽ അവരുടെ പെരുമാറ്റത്തിൽ മിസ്റ്റേക്കുകൾ കാണിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു പക്ഷേ ഇൻട്രസ്റ്റ് തോന്നിയ ആ പെൺകുട്ടിക്ക് തന്നെ നിങ്ങളോടുള്ള താല്പര്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ ഒരുപക്ഷെ നിങ്ങളുടെ ആ പെരുമാറ്റങ്ങൾ ചിലപ്പോൾ കാരണമായിരിക്കും. ഒരു പെൺകുട്ടി നിങ്ങളോട് അടുപ്പം കാണിക്കുമ്പോൾ നാച്ചുറലായ രീതിയിൽ തന്നെ, സ്വാഭാവികമായ രീതിയിൽ തന്നെ അവരുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കേണ്ടത്. അവരുടെ എനർജിയോട് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റങ്ങൾ. അത്തരത്തിൽ എങ്ങനെയാണ് അവരോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇനിയും പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, ഇനിയിപ്പോൾ ആ പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് തന്നെ വെക്കുക. ഇത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവരോട് ഓവറായിട്ട് റൊമാൻറ്റിക് ആയിട്ട് പെരുമാറാനോ അതുപോലെ അവരുടെ കയ്യെ പിടിക്കാനോ കെട്ടിപ്പിടിക്കാനോ ഈ വക കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കുക. ഒന്നും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ആക്രാന്തം കാണിക്കാതിരിക്കുക. നിങ്ങളോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് കരുതി പെട്ടെന്ന് തന്നെ ഒരു ഇൻറ്റിമസി ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ ഒരിക്കലും അത് ഒരേ സർഫസ് ലെവലിൽ നിൽക്കുന്നതാവരുത്. നിങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ എങ്കിൽ അതിൽ നിന്നും വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സംഭാഷണത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. തമ്മിൽ വൈകാരിക അടുപ്പം തോന്നുന്ന സംഭാഷണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, ആ പെൺകുട്ടിയോട് ഇപ്പോൾ നിങ്ങൾക്ക് അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ നീ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്, എന്താണ് ശരിക്കും നിന്റെ പാഷൻ, ഇത്തരം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്കിടയിലെ ചെറിയ സംഭാഷണങ്ങൾ വൈകാരിക അടുപ്പം തോന്നുന്ന സംഭാഷണങ്ങളിലേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് അടുപ്പം തോന്നുന്നു അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് കരുതി അതിന് വലിയ രീതിയിൽ ഒരു റിയാക്ഷൻ കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു പെണ്ണിന് തന്നെ ഇഷ്ടമാണെന്നുള്ളത് ചില ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ അവരങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ അത്രയ്ക്കൊന്നുമില്ല. ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നവർക്കാണ് ഇത് സത്യത്തിൽ വലിയ കാര്യമായിട്ടൊക്കെ തോന്നുന്നത്. ഇനിയും ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാൽ കൂടി കാം ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ഇനിയും നാലാമത്തെ കാര്യം, അവരുടെ എനർജിയോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നിൽക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ അവർ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളും അതേ സിമിലർ എഫക്റ്റിൽ തന്നെ തിരിച്ച് റിപ്ലൈ കൊടുക്കാനും ശ്രമിക്കുക. ഇപ്പോൾ അവർ ഒറ്റ വാക്കിലൊക്കെയാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ നിങ്ങളും തിരിച്ച് ഒറ്റ വാക്കിൽ തന്നെ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള എനർജി എന്താണോ അതേ രീതിയിൽ തന്നെ മാച്ച് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരിക്കലും ഓവർ എക്സൈറ്റഡ് ആവാതിരിക്കുക. ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എല്ലാത്തിലുപരി നിങ്ങൾക്കും സ്വന്തമായിട്ടൊരു ജീവിതമുണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങളുടെ സ്വന്തം ജീവിതം എല്ലായ്പ്പോഴും ആക്റ്റീവായി സൂക്ഷിക്കുക. ഒരു പെൺകുട്ടി കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു, അതായത് നിങ്ങളുടെ ദിനചര്യ, നിങ്ങളുടെ റൂട്ടീൻ, നിങ്ങളുടെ ഗോൾസ്, അതുപോലെ നിങ്ങളുടെ സോഷ്യൽ ലൈഫ്, ഇതെല്ലാം തന്നെ അതേപടി മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഈ വക കാര്യങ്ങളിൽ ആർക്കു വേണ്ടി നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവരുത്. ഇത് നിങ്ങളുടെ ജീവിതം ബാലൻസ്ഡായി മുന്നോട്ട് പോകാനും അതുപോലെ കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആവാനും സഹായിക്കും. സോ ഈ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.